നമസ്കാരം. ടർബോ ജോസ്, നമ്മുടെ ജോസേട്ടൻ ഇന്ന് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ആരാധകർക്കും ഒരു സസ്പെൻസ് നിർത്തി അവസാനം ആ ഒരു സുദിനം വന്നു ചേർന്നിരിക്കുകയാണ്. മെയ് 23 പടം റിലീസായി. റിലീസിന്റെ ആ ഒരു ഘട്ടത്തില് ഫസ്റ്റ് ഷോ തൊട്ട് ഒരു സമ്മിശ്ര പ്രതികരണമാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സമ്മിശ്ര പ്രതികരണം എന്നുദ്ദേശിച്ചത് ചിലവർക്ക് ഭയങ്കര ലോജിക്കായിട്ട് ചിന്തിക്കുന്നവർക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കുകയും ഫാൻസുകാർക്ക് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരു മൂവി എന്നുള്ള ലെവലിലാണ് ഫസ്റ്റ് റിവ്യൂവും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഞാൻ ആ 1-2 റിവ്യൂ എടുത്ത് കണ്ടുള്ളൂ. ഞാൻ എൻ്റെ 6:30ക്കാണ് ഞാൻ ഷോയ്ക്ക് കയറിയത്. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മിഥുൻ മാനുവലാണ് പടം എഴുതിയിരിക്കുന്നത്. വൈശാഖ് ഡയറക്റ്റ്. വൈശാഖിന്റെ ഒരു സ്ഥിരം പാറ്റേണിലുള്ള പടങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അതേപോലെയുള്ളൊരു പടമാണ് ഇതും. അതിൽ വലിയ ഒരു ഡയറക്ഷൻ മികവ് ചേഞ്ച് ഒന്നുമില്ല. ഡയറക്ടറിങ് എല്ലാവരും ഒരേ ലെവലിൽ തന്നെയാണ് പുള്ളിന്റെ ആ ഒരു പോയിരിക്കുന്നത്. പിന്നെ അത് ക്യാമറന്റെ കുറച്ച് കളികളും കാര്യങ്ങളെല്ലാം ഇതിലും നിലവിൽ ഉണ്ട്. കഥനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ജോസ്, നാട്ടിൻപുറത്തുകാരനൊരു ജോസിനെ അടി തേടി വരികയാണ് ഇങ്ങോട്ട്. ഓരോ പ്രശ്നങ്ങൾ ഇങ്ങോട്ട് തേടി തന്നെ പുള്ളി അതിൽ പോയി ചാടി അതും സർവൈവ് ചെയ്ത് വരുന്നതാണ് ഈ പടത്തിന്റെ ഒരു പ്രമേയം. എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതില് ഫാൻസുകാർക്ക് നല്ല ആഘോഷിക്കാനുള്ള ഒരു വകയുണ്ട് ഇതിനകത്ത്. മറ്റ് കുറച്ചു പേർക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പടം ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. കാരണം ലോജിക്കൊക്കെ നോക്കിയിട്ട് പടം കാണാൻ പോയിട്ടുണ്ടെങ്കിൽ നിരാശ തന്നെയായിരിക്കും. മമ്മൂട്ടി കമ്പനിന്റെ ഒരു പടം അല്ലെങ്കിൽ മമ്മൂട്ടിന്റെ കമ്പനിന്റെ ഒരു ബാനറിലൊരു പടം ഇറങ്ങിയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലൊരു പ്രതീക്ഷയാണ്. പണ്ടത്തെ ആശീർവാദ പടം ഇറങ്ങുമ്പോൾ ഒരു പ്രതീക്ഷ വരും, ലാലേട്ടന്റെ പടം കാണാൻ പോകുന്ന സമയത്ത്. അതേപോലെ ഒരു പ്രതീക്ഷയാണ്. പ്രതീക്ഷയ്ക്ക് ഒരു കോട്ടവും തട്ടിയിട്ടൊന്നുമില്ല. എല്ലാം ഒരു ചെറിയൊരു സ്റ്റോറിയിൽ ഉണ്ടാക്കി വെച്ച ആ ഒരു വലിയൊരു എന്താ പറയാ, ഒരു കൊട്ടാരം എന്നൊക്കെ അങ്ങനെ തന്നെ പറയാം. ചെറിയ കണ്ടന്റ് അതിനെ ഇത്രയും വലിയൊരു ഇതാക്കിയത് മമ്മൂക്കന്റെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ്. മോശം പറയാനില്ല. പക്ഷെ നമ്മൾ സ്ഥിരം കണ്ട് കേട്ട് മറന്നു പോയ സീനുകളും അടുത്തത് എന്താണെന്ന് അറിയാൻ പോകുന്ന ഇത് എല്ലാം നമുക്ക് ആ പടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പടത്തിന്റെ ആ ഒരു ഗതി മാറുമ്പോൾ തന്നെ മനസ്സിലാക്കും അതിന്റെ ക്ലൈമാക്സ് ഇങ്ങനെയായിരിക്കും എന്നുള്ളത്. അത് നമുക്കറിയാൻ പറ്റും ആ പടത്തിന്. അതുകൊണ്ട് വലിയൊരു സസ്പെൻസ് അങ്ങനെ പറയാനില്ല. പിന്നെ ഈ പറഞ്ഞ 72 വയസ്സുകാരൻ മമ്മൂക്ക, എന്റെ പൊന്നണ്ണ, നിങ്ങളെ നമിച്ചു. എന്താ ഈ മനുഷ്യൻ കാണിച്ചു കൂട്ടുന്നുള്ളതാണ്. ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ കിടന്ന് വേറെ വല്ലവരും കാണിക്കണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ലാലേട്ടനടക്കം കാണിക്കുന്നില്ല എന്ന് ഞാൻ പറയുള്ളൂ. എത്ര ഡെഡിക്കേഷനാണ്. പിന്നെ ഇവര് ഇതിലൊക്കെ പറയും ഡ്യൂപ്പൊന്നും വെക്കാണ്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വെറും തന്നെയാണ്. ഡ്യൂപ്പുള്ള വേണ്ട സ്ഥലങ്ങളിൽ ഡ്യൂപ്പൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ മെജോറിറ്റി സീനുകളിൽ നമ്മുടെ മമ്മൂക്ക തന്നെയാണ് അതിൽ ഇതാക്കിയിരിക്കുന്നത്. അത് നമുക്ക് കാണാൻ പറ്റും. അതിനനുസരിച്ചുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ആണ് അതിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ രാജ്ബി ഷെട്ടി ഒരു വില്ലൻ കഥാപാത്രം ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു പകുതിയോടെ തുടങ്ങി ക്ലൈമാക്സ് വരയ്ക്കും ഇത്രയും ഒരു ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോയ ഒരു വില്ലനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അങ്ങനെ രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരു തമിഴ് പടം അടി ഇടി വെടി പുക ഇത് കണ്ട ഒരു തമിഴ് പടം കണ്ട ഒരു ഫീലിംഗ് ആണ് നമുക്ക്. 75 കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ എല്ലാ തരം സാധനങ്ങളും നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓരോ ഫൈറ്റിന്റെ പഞ്ചൊക്കെ കിൻഡൽ ലെവലിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ലോജിക്ക് വെച്ചിട്ട് ഒരാൾ ഈ ഒരു പടം കാണാൻ പോകുന്നത്. ലോജിക്ക് വെച്ച് ഒരിക്കലും ഈ പടം കാണാൻ പോകരുത്. നമ്മളൊരു ഇടിപ്പടം മമ്മൂക്കന്റെ അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ മമ്മൂട്ടിന്റെ ആ ഒരു ഇത് കാണാൻ വേണ്ടി മാത്രം പോവാം. അതിൽ ഒരു ചെറിയൊരു കണ്ടന്റും ഉണ്ട്. ആ കണ്ടന്റിന് ഇത്രയും ഇതാക്കിയത്, ഇത്രയും ഭയങ്കര ഒരു രീതിയിൽ ഇതാക്കിയത് മമ്മൂക്കന്റെ പെർഫോമൻസ് തന്നെയാണ്. ഞാൻ പറഞ്ഞ 4-5 ഫൈറ്റ് ഉണ്ട് ഇതിനകത്ത്. അതില് സ്റ്റാർട്ടിങ് ക്ലൈമാക്സ് ആയിട്ട് ഒരു രക്ഷയില്ല. അമ്മാതിരി എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിന്റെ ഒപ്പം ചെയ്ത് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് ക്രിസ്റ്റോ സേവിയർ എന്ന് പറഞ്ഞ ആള് ഇതിനകത്ത് ചെയ്തിരിക്കുന്ന പണി അത് 100% ഫലം കണ്ടു എന്നുള്ളതാണ്. ചില മാസ് പടങ്ങളിൽ BGM മാത്രം ഉണ്ടാവും. ചിലപ്പോൾ ആക്ഷൻ വലിയ ഗുണമില്ലാണ്ട് പോവും. ചില ആക്ഷൻ സൂപ്പർ ആയിരിക്കും, BGM ഗുണമില്ലാണ്ട് പോവും. രണ്ടും കൂടി ഒത്തിണങ്ങി വരുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ്. പക്ഷെ
ഇതില് മമ്മൂക്കനെ താങ്ങി നിർത്തുന്ന തരത്തിലുള്ള ആ ഒരു കിൻഡൽ ഇടിന്റെ ആ പവറിലുള്ള ഓരോ ബീജമുണ്ട്. എന്റെ പൊന്നെ, തിയേറ്റർ അങ്ങനെ എന്ന് പറയണം. അമ്മാതിരി ബീജം ഒന്നും ഒരു രക്ഷയില്ല. എനിക്ക് പിന്നെ ഇതിലൊരു പോരായ്മയായി തോന്നിയത്, ഇതിലിടയിൽ ഒരു പാട്ട് പോലെ വന്നത്. ഇവന്റെ ലൈഫ് ഇങ്ങനെയൊക്കെ നടന്ന് ഒരു ഇൻസിഡന്റിലൊക്കെ പോയി പെടുന്ന തരത്തിലുള്ള ഒരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ട് വരുമ്പോൾ എല്ലാവരും ഒന്ന് ഇന്റർവെല്ലിന്റെ മുമ്പന്നെ ഒന്ന് മുള്ളിയിട്ടൊക്കെ വരുന്നത് നല്ലതായിരിക്കും. അതന്നെ പറയുള്ളൂ. അല്ലെങ്കിൽ ആ പാട്ട് അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പടം പടപടപടാന്ന് പറഞ്ഞു പോണ കഥയാണ്. പിന്നെ ഫസ്റ്റ് കാണിക്കുന്ന നമ്മുടെ ഇടുക്കി ജില്ലയാണ് കാണിക്കുന്നത്. പിന്നെ അങ്ങനെ നേരെ പടം ചെന്നൈയിലോട്ട് ലിഫ്റ്റ് ചെയ്ത് പിന്നെ പോണ പോക്ക് വേറെ റേഞ്ചിലേക്കാണ്. ക്ലീഷ തനി ക്ലീഷ തന്നെയാണ് ഇതില്. നമ്മൾ കണ്ടു മറന്നതും കേട്ടു മറന്നതും തട്ടിക്കൊണ്ടുപോകുക, ഇതെല്ലാം നമ്മൾ കണ്ട് തഴമ്പിച്ചതാണ് മലയാളികൾക്ക്. പിന്നെ മമ്മൂക്കനെ പോലുള്ള ഒരാളുടെ വെച്ച് ഒരു ഇടിപ്പടം എടുക്കുക എന്ന് പറയുമ്പോൾ അതും ആ കണ്ടന്റിൽ ചെറിയൊരു അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വന്നു കഴിഞ്ഞാൽ പടം തരിപ്പണമാണ്. പിന്നെ അവിടെ എന്ത് കാണിച്ചാലും വെള്ളത്തിൽ പെയിന്റ് അടിക്കുന്ന അവസ്ഥയാണ്. അതുണ്ടായിട്ടില്ല. എന്നുവെച്ചാൽ സ്ഥിരമായിട്ട് നമ്മൾ കേട്ട് തഴമ്പിച്ച ഒരു കഥ, അതിന്റെ ഒരു പ്രമേയത്തിൽ ചെറിയ കണ്ടന്റ് മാത്രം മാറ്റി പിടിച്ചുകൊണ്ട് ഡയറക്ഷൻ പഴയ രീതിയിൽ തന്നെയുള്ള ഡയറക്ഷനിൽ ഇങ്ങനെ ചേർത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പിന്നെ മമ്മൂക്ക എന്ന് പറഞ്ഞ നടന്റെ ആ അത്യുഗ്രമായ പെർഫോമൻസും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ സമയം 2 മണിക്കൂർ പോകണം നമുക്കറിയില്ല. അങ്ങനെയാണ് ഈ ഒരു പടം ചെയ്തു വെച്ചിരിക്കുന്നത്. അതാണ് പറഞ്ഞു, ഡയറക്ഷനിൽ വലിയ പുതുമയില്ല, കണ്ടന്റിൽ പുതുമയില്ല പറഞ്ഞാൽ അതിലൊരു ചെറിയൊരു ഇതുണ്ട്, ആ ഒരു ബാങ്കിന്റെ പരിപാടികളും കാര്യങ്ങളെല്ലാം. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. അല്ലാതെ വേറെ വലിയ പുതുമയുണ്ടോ വെച്ചാൽ പുതുമയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ബോറടിക്കാണ്ടിരുന്ന് കാണാൻ പറ്റും. ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള ലെവലിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. കോമഡി പ്ലസ് ആക്ഷൻ എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ കോമഡി പലവടെയും വർക്കായിട്ടില്ല. അതും വർക്കായത് മൊത്തം നമ്മുടെ മമ്മൂക്കന്റെ വായിൽ നിന്ന് വന്ന ആ ഒരു ബ്ലാക്ക് ഹ്യൂമർ എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് മറ്റേ ഇതുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളതിലാണ് ആൾക്കാർ ചിരിച്ചത്. അല്ലാതെ പൊട്ടിച്ചിരിക്കുന്ന തരത്തിലുള്ള ഒരു ഇതും നിലവിൽ ഇതില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കളർഫുൾ. ഇതിൽ പിന്നെ നമ്മുടെ പുഷ്പയിലെ ആ ഒരു വില്ലനൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇതിലൊക്കെ ഉള്ളത്, അവൻ അടിപൊളിയായിട്ടുണ്ട്. ഇതിലും ഒരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിലുള്ള എല്ലാ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്ന എല്ലാവരും, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, എല്ലാവരും ഇതിനകത്തും നിലവിൽ വന്നിട്ടുണ്ട്. അവരെ വല വീശി പിടിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവരും എല്ലാവരും നിലവിൽ ഇവിടെയുണ്ട്. പിന്നെ ഇതില് നമ്മുടെ ചെറിയൊരു റോളിൽ വന്നു പോകുന്നതാണ് നമ്മുടെ രോമാഞ്ചത്തിലെ ആ ഒരു പയ്യനില്ലേ, ആ ഒരു കറുത്തിട്ട് നമ്മുടെ കരിക്കിലൊക്കെ ഉള്ളത്, കരിക്കിലാണോ ഒതളങ്ങാത്തുരുത്തിലൊക്കെ ഉള്ള ഒരു പയ്യൻ, അവനും ഇതിൽ നിലവിലുണ്ട്. പിന്നെ പടത്തെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു അടിപ്പടം, ലോജിക്കില്ലാതെ ഒരു ഇതും ഇല്ലാതെ വലിയൊരു ഇതൊന്നും നോക്കാതെ നമ്മുടെ മമ്മൂക്കന്റെ ആ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടി പോകുന്നവർക്ക് 100% ഇഷ്ടപ്പെടുന്നതാണ്. അല്ലാതെ അയ്യോ ഇവിടെ എന്തിനീ ഫൈറ്റ് വേണം, ഇതെങ്ങനെ ഇവിടെ എത്തി, അതങ്ങനെ അവിടെ എത്തി, അതങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ ചിന്തിച്ച് പോണവർക്ക് ഈ പടം ചിലപ്പോൾ കണക്ട് ആയി വരില്ല. അതുകൊണ്ട് ഇതൊരു പക്ക മാസ് കോമഡി അടിപ്പടം അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ ഇത് ഒരു ഇതുപോലെ നമ്മുടെ ഈ ആവേശം പോലെ എല്ലാവരും ഉൾക്കൊള്ളുന്നില്ല. നമ്മുടെ മമ്മൂക്കനെ കാണാം. നമ്മുടെ മമ്മൂക്കന്റെ പെർഫോമൻസ് അത് ഒരു തരത്തിലും ലോ ആവാത്ത തരത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം. ആ ഒരു ഇത് ഈ മനുഷ്യൻ ഈ പ്രായത്തിൽ ഇമാതിരൊക്കെ കിടന്ന് കാണിക്കുമ്പോഴേ നമ്മളിങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി പോവാണ്. ക്ലൈമാക്സിൽ ആ ഒരു 45 മിനിറ്റ് എന്താ കാണിച്ചു വെച്ചിരിക്കുന്നുള്ളത് കണ്ടു തന്നെ അറിയണം. തീ പറക്കണ ഐറ്റമാണ്. പിന്നെ ഈ പടം കൊണ്ട് നിർത്തിയിരിക്കുന്നത് സെക്കൻഡ് പാർട്ടിക്കുള്ള ഒരു എൻട്രി ആയിട്ടാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അത് ക്ലൈമാക്സിൽ നമ്മുടെ വിജയ് സേതുപതിന്റെ ആ ഒരു വോയിസ് ഒക്കെ വരുന്നുണ്ട് ക്ലൈമാക്സിൽ. സെക്കൻഡ് പാർട്ടിക്കുള്ള ഇതൊക്കെയാണ് വന്നത്. പക്ഷെ സെക്കൻഡ് പാർട്ട് എഴുതി കാണിക്കുന്നില്ല. സെക്കൻഡ് പാർട്ടിക്കുള്ള ഒരു ഇതാണ് നിലവിൽ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ആ പടം. പക്ഷെ അത് ഇതിനേക്കാൾ കുറച്ചും കൂടി ഒരു മികവിൽ വന്നു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ നമ്മൾ സ്ഥിരം കണ്ടു കേട്ട് അതല്ലാത്ത തരത്തിലുള്ള ഒരു വേറെ രീതിയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ അത് നല്ല രീതിയിൽ പോവാൻ ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ്. കാരണം നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് ആ ഒരു സമയത്ത് ഇഷ്ടംപോലെ ആ ഒരു ബണ്ടിൽ കണക്കിന് ഇതൊക്കെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നിലവിൽ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ പടമാക്കാൻ പോകാന്നൊക്കെ പറഞ്ഞ് പറയുന്നത്. പക്ഷെ അങ്ങനെ കൊണ്ടുവരുന്നതല്ല, കൊണ്ടുവരുന്നതിൽ പുതുമ അതാണ് വേണ്ടത് പ്രേക്ഷകർക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രേക്ഷകർ പടം ഏറ്റെടുക്കുള്ളൂ. ഒരു ഗുണ്ടു പടമോ അല്ലെങ്കിൽ തള്ളി മറിക്കലോ ഒന്നുമല്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് പടം നല്ല പടമാണ്. ലോജിക്ക് മാറ്റി വെച്ചിട്ട് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പടം ഇഷ്ടപ്പെടും. അല്ലാത്ത പ്രേക്ഷകർക്ക് ഈ പടം ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ്.
അടിപ്പടം അത് തന്നെയാണ്. എന്തായാലും മമ്മൂക്ക ഗ്രേറ്റ്. നമുക്ക് മലയാള സിനിമയ്ക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു മനുഷ്യനാണത്. എന്താ കാണിച്ചിരിക്കുന്നത് സ്ക്രീൻ പ്രസൻസ്, ആ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അമ്മാതിനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എന്തായാലും അടിപൊളിയാണ്. ആ മ്യൂസിക്കും ആ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം പക്കയായിട്ട് അത് ഒന്നിനോടൊന്ന് മികച്ചത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാൻ പറ്റും അടുത്ത സീൻ എന്താ, അങ്ങനെയാണെങ്കിൽ ഇതെന്തായാലും ഇതിന്റെ കൺക്ലൂഷൻ എവിടെയാണ് പോയി അവസാനിക്കുന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. എന്നിരുന്നാൽ കൂടി കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തതായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ ഗംഭീരം എന്നുള്ളതൊക്കെ പറയേണ്ട ആ ലെവലിൽ വന്ന തന്നെ ഇതൊരു സാധാരണ ഒരു അടിപ്പടം അത്ര ഇതിലിട്ട് ഒതുങ്ങി. എന്നിരുന്നാൽ കൂടി മമ്മൂക്ക തകർത്ത്.